ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. നമ്മുടെ ഡൽഹി സീരീസിൻ്റെ അടുത്തൊരു ലോങ് വീഡിയോ ആണ് ഇത്. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ഇന്ദിരാഗാന്ധി മെമ്മോറിയലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നും ഇത് കാണുമ്പോൾ, പക്ഷെ ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. എനിക്കിത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കുറച്ച് ചില സിറ്റുവേഷൻസിലൊക്കെ ഗൂസ് പംപ്സ് ഒക്കെ തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നിങ്ങളിതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ രീതിയിൽ കാണരുത്. ഇന്ദിരാഗാന്ധി എന്നൊരു വ്യക്തിയെ ഒരിക്കലും ഒരു പൊളിറ്റിക്കലി അങ്ങനെ ഒരു ലീഡറായിട്ട് കാണരുത്. ഇന്ത്യയുടെ ഒരു ലീഡർ, ഒരു സ്ട്രോങ് ലേഡി ഹു ഈസ് വെരി ഫിയർലെസ്, ആ ഒരു രീതിയിൽ മാത്രം കാണുക. അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം കാണുക. ഒരിക്കലും പൊളിറ്റിക്കലി ഇത് മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീടാണ്. അവിടേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ ഒരു ന്യൂസ്. പല ഭാഷകളിൽ പല പത്രങ്ങളിൽ വന്നിട്ടുള്ള ആ ന്യൂസ് പേപ്പർ കട്ടിങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മ്യൂസിയത്തിൽ ഇത് കണ്ടോ, ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഇന്ദിരാഗാന്ധിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോൺസും അവരുണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഇതൊക്കെയാണ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അവിടെ റെഡിയാക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കാണാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ പ്രസൻസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു 15 വർഷക്കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന ഒരു ലേഡിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പം തൊട്ട്, കുഞ്ഞ് തൊട്ട്, അതായത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ എല്ലാ ഒരു ഫുൾ ബയോഗ്രഫി കാണിക്കുന്ന, അതായത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറേ ഫോട്ടോസും കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതിൽ ചില ഫോട്ടോസൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഇതൊന്നും കണ്ടിട്ട് ഇത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അങ്ങനെ കുറേ ഞാൻ കാണാത്ത കുറേ കാര്യങ്ങൾ, ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പം എന്നെ പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ ഫോട്ടോസ് എങ്കിലും കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൊള്ളാലോ, ഇങ്ങനെയായിരുന്നോ, അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലായിരുന്നു. എനിക്കങ്ങനെ ആയിരുന്നു. അപ്പം ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. ഇത് രാജീവ് ഗാന്ധിയുടെ വിവാഹ സമയത്തുള്ള ഫോട്ടോസാണ്. ഇതൊന്നും ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ അക്കാഡമിക്സിൻ്റെ ആണെങ്കിലും അതല്ല ആസ് എ ലീഡർ എന്നുള്ള രീതിയിലാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്സ്, പല രാജ്യങ്ങളിലെ ആളുകൾ സമ്മാനിച്ചിട്ടുള്ള കാര്യങ്ങൾ, വെടിയേറ്റ് മരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള പിക്ക് എന്ന് പറയുന്നത് ഈ ഒരു പിക്കാണ്. ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചെറുതായിരുന്ന, അതായത് കണ്ടോ, ഇത് ജവഹർലാൽ നെഹ്റു ചെറുതാർന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നോക്കൂ. ഇതും അതുപോലെ തന്നെ ഇന്ദിരാ പ്രിയദർശിനി, അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ബാല്യകാലത്തുള്ള ഫോട്ടോസാണ്. ഇതൊക്കെ കണ്ടോ? ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിതൊക്കെ ന്യൂ ഇൻഫർമേഷൻസ് ആണ്, ന്യൂ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്നപ്പോൾ, വീടാണത് ശരിക്കും, അവിടെയാണ് ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്നത്. അപ്പോൾ വീടിൻ്റെ കുറേ പോർഷൻസിൻ്റെ വേറെയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് അവരെല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഇത് നമുക്ക് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. പിന്നെ ഒരു ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഡൽഹിയിൽ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പോവേണ്ട ഒരു സ്ഥലമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഇവിടെ 2 പോർഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു പോർഷനിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചൈൽഡ്ഹുഡ് തൊട്ട് അസാസിനേഷൻ വരെയുള്ള കാര്യങ്ങളും, നെക്സ്റ്റ് പോർഷനിൽ രാജീവ് ഗാന്ധിയുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്നും അവർ ഗിഫ്റ്റ് കൊടുത്തതും, പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്.
അറേഞ്ച്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 by 1 ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ശരിക്കും ലൂപ്പായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രിമാർ, അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നും ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇത് ഫുള്ള് ഇൻഫർമേഷൻസാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഉള്ള പേപ്പർ കട്ടിങ്സ്, ഓരോ എന്തെങ്കിലും മീറ്റിങ്സും കാര്യങ്ങളായിട്ട് പോകുമ്പോഴുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളില്ല, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ള. പേപ്പർ കട്ടിങ്സാണ് കൂടുതലും ഉള്ളത്, പിന്നെ കുറേ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പോർഷനിൽ മൊത്തം ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ്. ബ്രേവ് ലേഡി, ഷി വാസ് എ ബ്രേവ് ലേഡി. അതായത് ഭയങ്കര ഫിയർലെസ് ആയിരുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളിൽ നിന്നും വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്ദിരാഗാന്ധി എന്നുള്ള വാക്ക് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിക്ക് ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ വരികയാണ്. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, അതായത് ഇന്ത്യൻ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന കോളാണ്. അതിന് ഇന്ദിരാഗാന്ധിയുടെ മറുപടി എന്ന് പറയുന്നത്, എൻ്റെ രാജ്യാതിർത്തി കടക്കുന്ന കപ്പലുകൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതായത് ആരായാലും പ്രശ്നമില്ല, എനിക്ക് എൻ്റെ രാജ്യമാണ് വലുത്, എൻ്റെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് എനിക്ക് വലുത്. അതിനുവേണ്ടി ഞാൻ ആരുടെ മുമ്പിലും അടിയറവ് പറയില്ല, ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കില്ല. ആ ഒരു അത്രയും ബ്രേവ് ആയിട്ടുള്ള, അത്രയും ഫിയർലെസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആ ലേഡി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഷീസ് എ ലിറ്ററലി സ്പീക്കിംഗ് വെരി 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 ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഒരു ലീഡറാണ്, നോട്ട് എ പൊളിറ്റീഷ്യൻ, ലീഡർ. ഓക്കെ, ഇത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന സാരിയും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന തോൾസഞ്ചിയും ചെരുപ്പുമാണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധി സ്വന്തം സെക്യൂരിറ്റി ഗാർഡിലുള്ള 2 പേരുടെ വെടിയേറ്റാണ് മരിക്കുന്നത്. അതും ഇവിടെ വെച്ച് തന്നെ, ഈ ഒരു വസതിയിൽ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. അതിൻ്റെ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടെ നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ വീട്ടിൽ, അതായത് ഇന്ദിരാഗാന്ധി ഫാമിലി ആയിട്ട് താമസിച്ചിരുന്ന വീട് അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണിത്. അടിപൊളി, ഭയങ്കര പീസ്ഫുള്ളാണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കര ഇങ്ങനെ ഒരു സ്പോട്ട്, ഇത്രയും പുസ്തകങ്ങളും ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു മുറി, വായനാ മുറി, ഭംഗിയായിട്ട് കസേരകളും ടേബിളും ഒക്കെ ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഈ ഒരു മുറിയിൽ കടന്നു ചെല്ലാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. നമുക്കത് കാണാൻ മാത്രമുള്ള അനുവാദമുള്ളൂ. ആ ഒരു മുറിയിലിരുന്ന് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുക, അതൊക്കെ എനിക്ക് പെട്ടെന്ന് തോന്നി. ആ ഒരു റൂം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ നെക്സ്റ്റ് കാണുന്നതാണ് എന്താ പറയുക, ലിവിങ് ഏരിയ ആണ്. അതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് കവർ ചെയ്ത് പോകുമ്പോഴാണ് അതിന് കാണാൻ പറ്റത്തുള്ളൂ. ഇത് രാജീവ് ഗാന്ധി താമസിച്ചിരുന്ന ഏരിയ, അതായത് ഈ വീട്ടിൽ രാജീവ് ഗാന്ധിയുടെ പോർഷനാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഫുള്ളും രാജീവ് ഗാന്ധിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസാണ്. ചൈൽഡ്ഹുഡ് തൊട്ട് അസാസിനേഷൻ വരെയുള്ള രാജീവ് ഗാന്ധിയുടെ ലൈഫിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ഒരു ഡോക്യുമെൻ്ററി പോലെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിരുന്നുണ്ട്. ഇത് ജവഹർലാൽ നെഹ്റു മരിക്കുന്ന സമയത്ത് സഞ്ജയ് ഗാന്ധിയും അതുപോലെ രാജീവ് ഗാന്ധിയും ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരുടെ പിക്ചറാണ് പുറകിൽ കാണുന്നത്. അങ്ങനെ കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. രാജീവ് ഗാന്ധി ചൈൽഡ്ഹുഡ് തൊട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട്. രാജീവ് ഗാന്ധി അമ്മയായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ, കുഞ്ഞായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് എഴുതിയ കത്ത്, അതൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാജീവ് ഗാന്ധി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറിയാണ് ആ 2 പേരുടെയും, ഇന്ദിരാഗാന്ധി ആണെങ്കിലും അതുപോലെ രാജീവ് ഗാന്ധി ആണെങ്കിലും 2 പേരുടെയും സ്റ്റോറി, അവരുടെ ഫാമിലി ഒരു ഹിസ്റ്ററിയാണ് അവിടെ ശരിക്കും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമുക്കെന്നല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഞാനത് കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റി.
ചിലപ്പോൾ കുട്ടികൾക്ക് ഈ ഫോട്ടോ നോക്കിയേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസൊക്കെ നല്ല ക്യൂട്ടായിട്ട് എടുത്ത്. രാജീവ് ഗാന്ധി ഹി വാസ് എ ബ്രില്യൻ ഫോട്ടോഗ്രാഫർ. അദ്ദേഹം എടുത്ത കുറേ ഫോട്ടോസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ. എനിക്കതിൽ ഏറ്റവും ഭയങ്കര ഇത് അദ്ദേഹം എടുത്തൊരു ഫോട്ടോ അല്ല, പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ് ഫോട്ടോസാണ്. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഇവിടെയല്ല, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാജീവ് ഗാന്ധി പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് സോണിയാഗാന്ധിനെ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ ആ ടൈമിൽ എടുത്തൊരു പിക്കാണ്, രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയോട് ഇരിക്കുന്നൊരു പിക്കാണത്. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പിക്കായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പിക്ക്. അത് ഈ വീഡിയോയിൽ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ബാക്കി ഇൻഫർമേഷൻസ് ആണ് എല്ലാം, ഫുള്ളി രാജീവ് ഗാന്ധി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയെ നടുക്കിയ ഒരു അസാസിനേഷൻ തന്നെയായിരുന്നു രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ. ബെൽറ്റ് ബോംബ് ധരിച്ച ഒരു വനിത അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും സ്വയം മരണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ ജീവൻ എടുക്കുകയും ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഇന്ത്യനെ മൊത്തം കുലുക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതിൽ അവശേഷിച്ച ഏതാനും ഭാഗങ്ങളാണ് ഈ ഷൂസ്, അതുപോലെ സോക്സ്, ഈ പജാമയുടെ അവശിഷ്ടങ്ങളൊക്കെ. അതൊക്കെ അവിടെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ മസ്റ്റായിട്ടും നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട 3 കാര്യങ്ങളാണ്: മഹാത്മാഗാന്ധി അസാസിനേഷൻ, അതുപോലെ ഇന്ദിരാഗാന്ധി അസാസിനേഷൻ, രാജീവ് ഗാന്ധി അസാസിനേഷൻ. അപ്പം അങ്ങനെ നമ്മൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, ഇത് കണ്ടോ പുറത്ത് എത്ര ഭംഗിയാന്ന് നോക്കി. നമ്മൾ പച്ചപ്പും ഹരിതാഭയും കേരം തിങ്ങും കേരള നാട് എന്ന് പറയുന്ന കേരളത്തിൽ പോലും എനിക്ക് ഇത്രയും പച്ചപ്പും ഹരിതാഭയും കാണാൻ പറ്റിയിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഡൽഹി, അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റീഡിംഗ് റൂമില്ലേ, അതിൻ്റെ നെക്സ്റ്റ് ഇപ്പുറത്തുള്ള റൂമാണിത്. ഇതൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ. അവിടെ ഗസ്റ്റിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ലിവിങ് ഏരിയ പോലെയാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു വീടാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം. പക്ഷേ ഇത് നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളാണ്. ചിലപ്പോൾ പോകാൻ പറ്റാത്ത, എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഞാൻ പോകാൻ പറ്റിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇതെല്ലാം ഡോക്യുമെൻ്ററി ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇത് കണ്ടു കഴിയുമ്പോൾ പോകണം എന്ന് ആഗ്രഹം തോന്നുന്ന ആൾക്കാരുണ്ടാവും. രണ്ടായാലും അവിടെ നമ്മൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. ഇത്രയും പച്ചപ്പും ഹരിതാപമുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ റിസോർട്ടുകളിലല്ലാതെ, കാടുകൾ ഉള്ള ഏരിയയിലല്ലാതെ ഇതുപോലൊരു ഏരിയ, റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ മെയിൻ സിറ്റി ഏരിയയിൽ ഇതുപോലുള്ളൊരു ഏരിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മൾ ഡൽഹി പോയിട്ട് കണ്ട ഒരു മോസ്റ്റ്ലി 99% സ്ഥലങ്ങളും ഇതുപോലെ പച്ചപ്പും ഹരിതാപയും പക്ഷിമൃഗാദികളും ഒക്കെയുള്ള സ്ഥലമാണ്. ഭയങ്കര കൂളാണ്, ഭയങ്കര കാമാണ്. അങ്ങനത്തെ സ്പോട്ടാണ് ഫുള്ള് ഞാൻ ഡൽഹിയിൽ കണ്ടത്. ഇനി എൻ്റെ കാഴ്ചയുടെ കുഴപ്പമാണോ എന്നറിയില്ല. തിരിച്ച് നിങ്ങൾ അങ്ങനെയല്ല, പൊല്യൂട്ടഡ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ പൊല്യൂട്ടഡ് ഏരിയ അങ്ങനെ എനിക്ക് കണ്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്പോട്ട്. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിലുണ്ടായിരുന്ന 2 പേര് തന്നെയാണ് വെടിയേൽക്കാൻ കാരണമായത്. അവരുടെ ബുള്ളറ്റ് ഏറ്റാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ജീവൻ വെടിയുന്നത്. ആ ഒരു സ്പോട്ടാണ് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ട് ഇവിടെ നിന്ന് അവിടത്തോളമുള്ള ഗേറ്റ് തൊട്ട് അങ്ങോട്ടേക്കുള്ള ഒരു ഏരിയ, ഇവിടെയാണ് വെടിയേറ്റ് വീണത്. അത് ഗ്ലാസ് ഇട്ട് ഒരു നടക്കാൻ പറ്റില്ല, ഗ്ലാസ് ഇട്ട് അത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് മെമ്മോറിയലിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെല്ലുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സെല്ലിങ് ഏരിയ പോലത്തെയാണ്. അവിടെ പോസ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് സെല്ല് ചെയ്യുന്നത്, ഫോട്ടോസും ഒക്കെ. പിന്നെ ഞാൻ കാണിക്കാൻ വിട്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തും ഇന്ദിരാഗാന്ധി തിരിച്ചെഴുതിയ കത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന് ആ ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് രാജീവ് ഗാന്ധിക്ക് അമ്മയെ കാണാനുള്ള, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലെ ഫൗണ്ടേഴ്സ് ഡേ പരിപാടിക്ക് അമ്മ വരണം എന്നെഴുതിയൊരു കത്തൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, നല്ല ഒരു ക്യൂട്ടായിട്ട് തോന്നി. അത്രയും കുഞ്ഞു കുട്ടികൾക്ക് അമ്മമാരോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അമ്മമാരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ആ അമ്മമാരില്ലാതെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് സർവൈവ് ചെയ്യുക. ഞാൻ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ആ ലെറ്റർ കണ്ടപ്പോൾ എനിക്കത് ഒന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഡ്രൈ ഏരിയ ആണ്, അല്ലെങ്കിൽ ഡ്രൈ സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇൻഫോർമേറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ട്. നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഫോട്ടോസും ബാഗ്, ക്യാപ്പ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഫേസ് വെച്ചിട്ടുള്ള മഗ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, രാജീവ് ഗാന്ധിയുടെ ഫോട്ടോസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരുപാട് റേറ്റൊന്നുമില്ല, റേറ്റ് കുറവാണ്. റേറ്റ് കൂടിയതും ഉണ്ട് കേട്ടോ. കുറവുള്ള സാധനങ്ങളാണ് കൂടുതലും അവിടെ കണ്ടത്. പിന്നെ അപ്പോൾ ഡൽഹി എപ്പിസോഡിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.